ഓരോ വർഷവും ജൂൺ ജൂലൈ മാസങ്ങൾ അടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അറിയാതെ ഒരു ഭയം കടന്നുകൂടാറുണ്ട്. ഇത്തവണ മഴ കനക്കുമോ? വീണ്ടും നമ്മുടെ നാട് വെള്ളത്തിനടിയിലാകുമോ? കേരളം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കിടക്കുന്ന പ്രകൃതിയുടെ അനുഗ്രഹത്താൽ സമ്പന്നമായ ഒരു നാട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മുടെ ചിന്തകളിൽ വലിയൊരു ചോദ്യചിഹ്നം വീണിട്ടുണ്ട്. 2018 ആ മഹാപ്രളയം ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം കരുതിയത്. പക്ഷേ 2019, 2020, 2021 അതിനുശേഷവും ഓരോ വർഷവും തുടർച്ചയായി സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രളയവും ഉരുൾപൊട്ടലും നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തതുകൊണ്ടാണോ? അതോ കാലാവസ്ഥ വ്യതിയാനം എന്ന ആഗോള പ്രതിഭാസത്തിന്റെ ഇരയാണോ നമ്മുടെ കേരളം? ഡാമുകൾ തുറന്നുവിട്ടതാണോ കാരണം? അതോ നദികളുടെയും കായലുകളുടെയും ആഴം കുറഞ്ഞതാണോ? സാധാരണയായി ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളത് പരസ്പരം പഴിചാരലുകളാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ, നയപരമായ തർക്കങ്ങൾ, അല്ലെങ്കിൽ പ്രകൃതിയുടെ കോപം എന്ന ലളിതമായ വിശദീകരണങ്ങൾ. കേരളം ഭൂപടത്തിൽ കാണുമ്പോൾ വളരെ വീതി കുറഞ്ഞ നീളമുള്ള ഒരു പ്രദേശമാണ്. ശരാശരി 35 മുതൽ 120 കിലോമീറ്റർ വരെ മാത്രമാണ് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടുള്ള കേരളത്തിന്റെ വീതി. എന്നാൽ ഉയരത്തിന്റെ കാര്യത്തിലോ കിഴക്ക് പശ്ചിമഘട്ടത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2695 മീറ്റർ വരെ ഉയരമുള്ള മലനിരകളുണ്ട്. ഉദാഹരണത്തിന് ആനമുടി. അവിടെ നിന്ന് വെറും 50 അല്ലെങ്കിൽ 80 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് അറബിക്കടലിലാണ്. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു വീടിന്റെ കുത്തനെയുള്ള മേൽക്കൂരയിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? വെള്ളം തങ്ങി നിൽക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ താഴേക്ക് കുതിച്ചൊഴുകും. എന്നാൽ അതേസമയം ഒരു പരന്ന തറയാണെങ്കിൽ വെള്ളം പതിയെ ഒഴുകുള്ളൂ. കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇതുപോലെ കുത്തനെയുള്ള ഒരു മേൽക്കൂര അല്ലെങ്കിൽ ഒരു സ്ലൈഡ് പോലെയാണ്. ഉയർന്ന പർവ്വത നിരകളിൽ വീഴുന്ന മഴവെള്ളം അതിവേഗത്തിൽ താഴേക്ക് ഒഴുകാൻ തുടങ്ങും. ഇതാണ് സയൻസിൽ ലാഗ് ടൈം എന്ന് പറയുന്നത്, അഥവാ രേഖാപരമായ താമസ സമയം. അതായത് പെയ്യുന്ന മഴവെള്ളം നദിയിലെത്തി അറബിക്കടലിൽ ചേരാനെടുക്കുന്ന സമയം. മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ പെയ്യുന്ന മഴവെള്ളം കടലിലെത്താൻ ദിവസങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിൽ അത് ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. കേരളത്തിൽ ചെറുതും വലുതുമായ 44 നദികളുണ്ട്. ഇതിൽ 41 എണ്ണവും കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നവയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ നദികളുമായി നോക്കുമ്പോൾ നമ്മുടെ നദികളുടെ നീളം വളരെ കുറവാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ വലിയ നദികൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുണ്ട്. അവ സമതലങ്ങളിലൂടെ വളരെ പതുക്കെയാണ് ഒഴുകുന്നത്. എന്നാൽ നമ്മുടെ പെരിയാറിനോ പമ്പയ്ക്കോ ചാലക്കുടി പുഴയ്ക്കോ അത്രയും ദൂരമില്ല. കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗം കുതിച്ചെത്തുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ ഈ നദികൾക്ക് വളരെ കുറഞ്ഞ സമയമേ കിട്ടുന്നുള്ളൂ. സാധാരണഗതിയിൽ ഇത് നമ്മുടെ നാടിന്റെ വലിയൊരു അനുഗ്രഹമാണ്. വെള്ളം വേഗത്തിൽ കടലിലേക്ക് ഒഴുകിപ്പോകും. പക്ഷെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അമിതമായ മഴ പെയ്യുമ്പോൾ ഇത് സ്വാഭാവിക സംവിധാനത്തിന് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളം ഒരേ സമയം എത്തുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, കേരളത്തിന്റെ സ്വാഭാവിക ഭൂപ്രകൃതി തന്നെ പ്രളയത്തിന് വളരെ പെട്ടെന്ന് കാരണമാകുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, പ്രകൃതിദത്തമായ ഘടനയാണ്. പക്ഷേ ചോദ്യം ഇതാണ്, ദശാബ്ദങ്ങളായി ഈ ഭൂപ്രകൃതി ഇവിടെയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സമീപകാലത്ത് മാത്രം മഴ പെയ്യുമ്പോൾ പ്രളയം ഇത്ര കഠിനമാകുന്നത്? ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ അടുത്തതായി പരിശോധിക്കേണ്ടത് നമ്മുടെ മഴയുടെ പാറ്റേണിൽ വന്ന ഭയാനകമായ മാറ്റങ്ങളാണ്. നമ്മുടെ മുതിർന്നവരോട് ചോദിച്ചാൽ അവർ ഒരു കാര്യം പറയും, പണ്ടൊക്കെ ഇടവപ്പാതി പെയ്താൽ ആഴ്ചകളോളം തോരാതെ ചിണുങ്ങി പെയ്യുന്ന മഴയായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. എന്തുകൊണ്ടാണ് നമ്മുടെ ഓർമ്മയിലെ ആ പഴയ മഴ മാഞ്ഞുപോയത്? ഇവിടെയാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന ആഗോള പ്രതിഭാസം നമ്മെ നേരിട്ട് ബാധിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഒരു വർഷത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന ആകെയുള്ള മഴയുടെ അളവിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ വ്യത്യാസം മഴ പെയ്യുന്ന രീതിയിലാണ്. പണ്ട് ഒരു മാസം കൊണ്ട് പെയ്തു തീർന്നിരുന്ന മഴ ഇന്ന് വെറും 24 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ടോ പെയ്തു തീരുകയാണ്. സങ്കല്പിച്ചു നോക്കൂ, ഒരു മാസം കൊണ്ട് ഒഴുകിപ്പോകേണ്ട വെള്ളം വെറും 2 ദിവസം കൊണ്ട് നമ്മുടെ പുഴകളിലേക്കും താഴ്വരകളിലേക്കും ഒഴുകിയെത്തിയാൽ എന്ത് സംഭവിക്കും? ഏതൊരു സ്വാഭാവിക ഓടയും പുഴയും കര കവിഞ്ഞൊഴുകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നത് അറബിക്കടലിന്റെ ചൂട് വർദ്ധിക്കുന്നതാണ്. സാധാരണയായി ബംഗാൾ ഉൾക്കടലിലാണ് കനത്ത ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി അറബിക്കടലിലെ ഉപരിതല താപനില വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ചൂട് പിടിച്ച കടൽ വൻതോതിൽ നീരാവി അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നു. ഈ വലിയ മേഘക്കൂട്ടങ്ങൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി നിൽക്കുകയും ഒരു പ്രത്യേക പ്രദേശത്ത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കനത്ത മഴയായി പെയ്തിറങ്ങുകയും ചെയ്യുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെ മിനി ക്ലൗഡ് ബസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റ്സ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്ററിലധികം മഴ പെയ്യുന്ന അവസ്ഥ. ഇത്തരം തീവ്ര മഴ പെയ്യുമ്പോൾ സ്ലൈഡ് പോലുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി ഒന്നുകൂടി അപകടകരമായി മാറുന്നു.
മലനിരകളിൽ വീഴുന്ന വെള്ളം ഒട്ടും സമയം കളയാതെ താഴേക്ക് കുതിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നദികൾക്കും കായലുകൾക്കും ഈ വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു. വെള്ളം താഴേക്ക് കുതിച്ചെത്തുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനും നിയന്ത്രിക്കാനും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൻകിട ഡാമുകൾക്ക് എന്തു പറ്റി? ഡാമുകൾ പ്രളയം തടയുകയാണോ അതോ കൂട്ടുകയാണോ ചെയ്യുന്നത്? കേരളത്തിൽ ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു വാക്കാണ് ഡാമുകൾ. ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നതാണ് പ്രളയത്തിന് കാരണമെന്ന് ചിലർ പറയും. ഡാമുകൾ ഉള്ളതുകൊണ്ടാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞതെന്ന് മറ്റു ചിലരും പറയും. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? നമുക്ക് തികച്ചും സാങ്കേതികവും ശാസ്ത്രീയവുമായ വിവരങ്ങൾ വെച്ച് ഇതൊന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം വൻകിട ഡാമുകളും, ഉദാഹരണത്തിന് ഇടുക്കി അല്ലെങ്കിൽ ശബരിഗിരി പദ്ധതികൾ, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വൈദ്യുതോൽപാദനത്തിന് വേണ്ടിയാണ്. പ്രളയ നിയന്ത്രണത്തിന് മാത്രമായി നിർമ്മിച്ചവ വളരെ കുറവാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒരു പ്രളയ നിയന്ത്രണ ഡാം ആണെങ്കിൽ മഴക്കാലത്തിന് തൊട്ടു മുമ്പ് അതിലെ വെള്ളം പരമാവധി കുറച്ചു നിർത്തി വൻതോതിലുള്ള പ്രളയജലത്തെ സംഭരിക്കാൻ ആവശ്യമായ സ്ഥലം തയ്യാറാക്കി വെക്കും. എന്നാൽ ഒരു പവർ ഡാം ആണെങ്കിൽ വരും വർഷത്തെ വൈദ്യുതി ഉൽപാദനത്തിനായി മഴക്കാലത്തിന്റെ അവസാനത്തോടെ പരമാവധി വെള്ളം സംഭരിച്ചു വെക്കുക എന്നതാണ് അതിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇവിടെയാണ് റൂൾ കർവ് എന്ന ശാസ്ത്രീയ സംവിധാനത്തിന്റെ പ്രാധാന്യം വരുന്നത്. ലളിതമായി പറഞ്ഞാൽ വർഷത്തിലെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും ഒരു ഡാമിൽ എത്രത്തോളം വെള്ളം സംഭരിക്കാം, എത്രത്തോളം ഒഴുക്കി വിടണമെന്ന് തീരുമാനിക്കുന്ന ഒരു ടൈം ടേബിൾ ആണ് റൂൾ കർവ്. കാലാവസ്ഥാ പ്രവചനങ്ങളും മുൻകാല മഴക്കണക്കുകളും അടിസ്ഥാനമാക്കിയാണ് ഇവ തയ്യാറാക്കുന്നത്. പക്ഷെ പ്രകൃതിയുടെ മഴ പാറ്റേൺ അപ്രത്യക്ഷിതമായി മാറിയാൽ എന്ത് സംഭവിക്കും? ആഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പെയ്യേണ്ട മഴ മുഴുവൻ വെറും 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് പെയ്തിറങ്ങുമ്പോൾ ഡാമുകൾ വളരെ വേഗത്തിൽ നിറയുന്നു. ഡാമിന്റെ ഘടനാപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് വിടുകയല്ലാതെ ഡാം ഓപ്പറേറ്റർമാർക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതെ വരുന്നു. അതായത് ഡാമുകൾ വെള്ളം പിടിച്ചു വെക്കാൻ ശ്രമിച്ചത് കൊണ്ട് ആദ്യത്തെ ചില മണിക്കൂറുകളിൽ വലിയ ദുരന്തം തടയപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞതോടെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നപ്പോൾ താഴെ നദികളിൽ പ്രകൃതിദത്തമായി ഒഴുകിയിരുന്ന പ്രളയജലത്തോടൊപ്പം ഡാമിലെ വെള്ളം കൂടി ചേരുകയും പ്രളയത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഡാമുകൾ മാത്രം വിചാരിച്ചാൽ ഒരു പ്രളയം പൂർണ്ണമായി തടയാൻ കഴിയില്ലെന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അണക്കെട്ടുകൾ ഒരു പരിധി വരെ വെള്ളത്തെ തടഞ്ഞു നിർത്തും. പക്ഷേ അതിലും അപ്പുറം മഴ പെയ്താൽ ആ വെള്ളം ഒഴുകിപ്പോകാൻ നദികൾക്ക് ശേഷിയുണ്ടായിരിക്കണം. ഡാമുകളിൽ നിന്ന് പുറത്തു വരുന്ന വെള്ളവും താഴ്വരകളിൽ നിന്ന് പെയ്യുന്ന മഴവെള്ളവും കടലിലേക്ക് ഒഴുകിപ്പോകേണ്ട നമ്മുടെ നദികൾക്കും കായലുകൾക്കും ഇന്ന് എന്തു പറ്റി? അവയ്ക്ക് ഈ വെള്ളത്തെ വഹിക്കാനുള്ള ശേഷിയുണ്ടോ? നമുക്ക് ലളിതമായ ഒരു ഉദാഹരണം നോക്കാം. 500 മില്ലി വെള്ളം കൊള്ളുന്ന ഒരു ഗ്ലാസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് ചെളി വാരിയിട്ടാൽ പിന്നെ അതിൽ എത്ര വെള്ളം കൊള്ളും? പകുതി മാത്രമായി കുറയുമല്ലേ? ഇത് തന്നെയാണ് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി നമ്മുടെ നദികൾക്കും കായലുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രലോകം ഇതിനെ സിൽറ്റേഷൻ അഥവാ ഏക്കൽ നിക്ഷേപം എന്ന് വിളിക്കുന്നു. മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾക്കും മണ്ണൊലിപ്പിനും കാരണം ടൺ കണക്കിന് മണ്ണും കല്ലുമാണ് ഓരോ വർഷവും നദികളിലൂടെ താഴേക്ക് ഒഴുകിയെത്തുന്നത്. ഈ മണ്ണ് നദികളുടെ അടിത്തട്ടിലും അണക്കെട്ടുകളിലും കായലുകളിലും അടിഞ്ഞുകൂടുന്നു. ഫലമോ നദികളുടെ വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി മുൻപത്തേക്കാൾ ഗണ്യമായി കുറഞ്ഞു. പണ്ട് നദിയിലൂടെ സുഗമമായി ഒഴുകിപ്പോയിരുന്ന അതേ അളവ് വെള്ളം ഇന്ന് എത്തുമ്പോൾ ആഴമില്ലാത്ത നദിക്ക് അത് താങ്ങാനാവാതെ വരികയും വെള്ളം ഇരുകരകളിലേക്കും ഇരച്ചു കയറുകയും ചെയ്യുന്നു. നദികളുടെ ആഴക്ഷയത്തെക്കാൾ വലിയ മറ്റൊരു പ്രശ്നമുണ്ട്: നമ്മുടെ സ്വാഭാവിക സ്പോഞ്ചുകളുടെ നഷ്ടം. പ്രകൃതി പ്രളയത്തെ പ്രതിരോധിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പെയ്യുന്ന അമിതമായ മഴവെള്ളം മുഴുവൻ നേരിട്ട് പുഴയിലേക്കോ കടലിലേക്കോ പോകുകയല്ലായിരുന്നു. പകരം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ, കായലോരങ്ങൾ എന്നിവ ഈ വെള്ളത്തെ വൻതോതിൽ സംഭരിച്ചു വെച്ചിരുന്നു. ഇതാണ് പ്രകൃതിയുടെ സ്പോഞ്ച് സിസ്റ്റം. വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോകാൻ വഴികളില്ലാതെയായി. കോൺക്രീറ്റ് കെട്ടിടങ്ങളും ടാറിട്ട റോഡുകളും ഉയർന്നതോടെ പെയ്യുന്ന ഓരോ തുള്ളി മഴവെള്ളവും ഭൂമിയിലേക്ക് ഇറങ്ങാതെ ഉപരിതലത്തിലൂടെ ഒലിച്ചിറങ്ങി നഗരങ്ങളിലെ ഓടകളിലേക്കും ചെറിയ തോടുകളിലേക്കും എത്താൻ തുടങ്ങി. എന്നാൽ നമ്മുടെ നഗരങ്ങളിലെ പല ഡ്രെയിനേജ് സംവിധാനങ്ങളും പതിറ്റാണ്ടുകൾക്ക് മുൻപ് രൂപകൽപ്പന ചെയ്തവയാണ്. ഇന്ന് പെയ്യുന്ന പ്രളയ സമാനമായ തീവ്രമഴയിലെ വെള്ളപ്പൊക്കത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവയ്ക്ക് ശേഷിയില്ലാതെ വരുന്നു. അതിന്റെ ഫലമാണ് നഗരങ്ങളിലെ പെട്ടെന്നുള്ള വെള്ളക്കെട്ടുകൾ അഥവാ അർബൻ ഫ്ലഡിംഗ്. അപ്പോൾ സാഹചര്യം വ്യക്തമാണ്. കുത്തനെയുള്ള ഭൂപ്രകൃതി, കനത്ത തീവ്രമഴ,
നിറഞ്ഞു കവിയുന്ന ഡാമുകൾ, ആഴം കുറഞ്ഞ നദികൾ, ഒപ്പം വെള്ളത്തെ ഉറിഞ്ഞെടുത്തിരുന്ന തണ്ണീർത്തടങ്ങളുടെ കുറവ്. നദിയിലൂടെ ഒഴുകിയെത്തുന്ന ഈ പ്രളയജലം ഒടുവിൽ ചെന്നു ചേരേണ്ടത് അറബിക്കടലിലാണ്. എന്നാൽ ചില സമയങ്ങളിൽ നദി എത്ര ശക്തിയായി ഒഴുകിയാലും കടൽ ആ വെള്ളത്തെ സ്വീകരിക്കാൻ കൂട്ടാക്കില്ല. കടൽ വെള്ളത്തെ തിരികെ തള്ളുന്ന ആ അപൂർവ പ്രതിഭാസം എന്താണ്? നമ്മൾ ഇതുവരെ നോക്കിയത് മഴ പെയ്യുന്നത് മുതൽ നദികളുടെ വെള്ളം താഴേക്ക് കുതിച്ചെത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ്. നദികളിലൂടെ ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളത്തിന്റെ ഒടുവിലത്തെ ലക്ഷ്യസ്ഥാനം അറബിക്കടലാണ്. പക്ഷെ ഒരു ചോദ്യം, നദിയിൽ പ്രളയമുണ്ടാകുമ്പോൾ കടൽ എപ്പോഴും ശാന്തമായി ആ വെള്ളത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണോ? ഒരിക്കലുമല്ല. ഇവിടെയാണ് ബാക്ക് വാട്ടർ എഫക്ട് അഥവാ കടൽ വെള്ളത്തിന്റെ തിരിച്ചടി എന്ന പ്രതിഭാസം വരുന്നത്. കടലിൽ ദിവസവും കൃത്യമായ ഇടവേളകളിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകാറുണ്ട്. കനത്ത മഴ പെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് കടലിൽ ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നതെങ്കിൽ കടലിലെ ജലനിരപ്പ് നദികളിലെ ജലനിരപ്പിനേക്കാൾ ഉയരത്തിലാകും. ഫലം എന്തെന്നാൽ കടൽ ഒരു കൂറ്റൻ കോൺക്രീറ്റ് മതിൽ പോലെ നദിയുടെ കവാടത്തിൽ നിലയുറപ്പിക്കുന്നു. നദിയിൽ നിന്ന് കടലിലേക്ക് ഒഴുകേണ്ട വെള്ളത്തെ കടൽ പുറത്തേക്ക് വിടാതെ ഉള്ളിലേക്ക് തന്നെ തിരികെ തള്ളുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൊച്ചി, ആലപ്പുഴ, കുട്ടനാട് തുടങ്ങിയ താഴ്ന്ന തീരദേശ മേഖലകളെയാണ്. പ്രത്യേകിച്ച് കുട്ടനാടിന്റെ കാര്യം നോക്കൂ. സമുദ്രനിരപ്പിൽ നിന്ന് 0.5 മുതൽ 2 മീറ്റർ വരെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. നദിയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളവും കടലിൽ നിന്നുള്ള വേലിയേറ്റവും ഒരുപോലെ ഇവിടെ എത്തുമ്പോൾ ഈ വെള്ളത്തിന് ഒരിടത്തേക്കും ഒഴുകിപ്പോകാൻ പറ്റാതെയാകുന്നു. ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം വെള്ളക്കെട്ട് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇതിനു പുറമെ ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. സീ ലെവൽ റൈസ്. ആഗോള താപനം മൂലം ധ്രുവങ്ങളിലെ മഞ്ഞുരുകുന്നത് കൊണ്ട് ലോകമെമ്പാടുമുള്ള സമുദ്രനിരപ്പ് മില്ലിമീറ്ററുകൾ വീതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലിലും ഈ മാറ്റം ദൃശ്യമാണ്. സമുദ്രനിരപ്പ് ഉയരും തോറും ഭാവിയിൽ നമ്മുടെ തീരദേശ നഗരങ്ങളിൽ നിന്നും നദികളിൽ നിന്നും വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള സ്വാഭാവിക ശേഷി കൂടുതൽ മന്ദഗതിയിലാക്കും. ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി കൂട്ടിവെച്ച് നോക്കാം. കുത്തനെയുള്ള നമ്മുടെ ഭൂപ്രകൃതി, മാറിയ കനത്ത തീവ്രമഴ, പൂർണ്ണശേഷിയിലെത്തുന്ന ഡാമുകൾ, ആഴം കുറഞ്ഞ നദികളും നഷ്ടപ്പെട്ട തണ്ണീർത്തടങ്ങളും, കടലിലെ വേലിയേറ്റവും ബാക്ക് വാട്ടർ ഇഫക്റ്റും. ഈ 5 ഘടകങ്ങൾ ഒരേ സമയം ഒത്തുചേരുമ്പോഴാണ് കേരളത്തിൽ ഓരോ വർഷവും പ്രളയം ഒരു തുടർക്കഥയായി മാറുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യമെങ്കിൽ ഈ ഭൂമിശാസ്ത്രത്തെയും കാലാവസ്ഥയും മാറ്റാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രളയം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെയോ ഒരു സർക്കാരിന്റെയോ അല്ലെങ്കിൽ പ്രകൃതിയുടെ മാത്രം തെറ്റുകൊണ്ടുണ്ടാകുന്ന ഒന്നല്ല. അത് നമ്മുടെ പ്രത്യേക ഭൂപ്രകൃതിയും ആഗോള കാലാവസ്ഥ വ്യതിയാനവും വികസന രീതിയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കീർണമായ ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, നമുക്കിനി എന്താണ് ചെയ്യാൻ കഴിയുക? ലോകത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങൾ പ്രളയത്തെ നേരിട്ടത് നദികളെ തടഞ്ഞു നിർത്തിയല്ല, മറിച്ച് നദികൾക്ക് ഒഴുകാനുള്ള സ്ഥലം കൊടുത്തുകൊണ്ടാണ്. കേരളത്തിലും പമ്പാ നദി തടത്തിലടക്കം ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ മാതൃകകൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വെള്ളത്തെ പൂർണ്ണമായി തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിനു പകരം അപകടമുണ്ടാക്കാത്ത രീതിയിൽ പ്രളയജലത്തിന് കടന്നുപോകാൻ സ്വാഭാവിക വഴികൾ ഉറപ്പാക്കുക. രണ്ടാമതായി ഡൈനാമിക് റൂൾ കർവ്. ഒപ്പം കൃത്യമായ ആധുനിക കാലാവസ്ഥ പ്രവചന സംവിധാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാറ്റലൈറ്റ് ഡാറ്റ എന്നിവ ഉപയോഗിച്ച് മഴ പെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഡാമുകളിലെ ജലനിരപ്പ് മുൻകൂട്ടി ക്രമീകരിക്കുകയും ചെയ്യുക. മൂന്നാമത്തേത് നമ്മുടെ തണ്ണീർത്തടങ്ങളുടെയും കായലുകളുടെയും സ്വാഭാവിക സംഭരണശേഷി വീണ്ടെടുക്കുക എന്നതാണ്. നദികളിലെയും അണക്കെട്ടുകളിലെയും ഏക്കൽ മണ്ണ് ശാസ്ത്രീയമായി നീക്കം ചെയ്യുക. നഗരങ്ങളിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകാൻ സഹായിക്കുന്ന രൂപകൽപ്പനകൾ കൊണ്ടുവരിക. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പെയ്യുന്ന മഴയെ തടഞ്ഞു നിർത്താനും നമുക്ക് കഴിയില്ല. പക്ഷേ ശാസ്ത്രീയമായ വിവരങ്ങൾ മനസ്സിലാക്കാനും പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളെയും വികസനത്തെയും ക്രമീകരിക്കാനും നമുക്ക് സാധിക്കും. പഴിചാരലുകൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെയും വരും തലമുറകളെയും സുരക്ഷിതമാക്കാൻ കഴിയൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.